അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു കോവക്ക റോസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോവക്ക റോസ്റ്റ് എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് താമസിക്കണ്ട, വേഗം വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടക്കൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് മുറിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കീറിയിട്ട് അതും ചെറിയ ഉള്ളി തൊളിച്ച് ഇതേപോലെ നെടുക കീറിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് നല്ലൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. അപ്പം നമ്മൾക്ക് നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല ഒന്ന് വഴറ്റിയെടുത്ത് ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ കോവക്കയാണ്. കോവക്ക നല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നടു ഒക്കെ കീറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കാണ്ട് ഇട്ട് കൊടുത്താൽ ഞാൻ കോവക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം ഒന്ന് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് കോവക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വെന്ത് വന്നോട്ടെ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സമയം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ കോവക്കൊന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം കുറച്ച് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ശർക്കരയാണ്. അപ്പം ഞാനൊരു അച്ച് ശർക്കരയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറഞ്ഞൊരു മധുരം എരിവും പുളിയൊക്കെ ഉള്ളൊരു വിഭവമാണ്. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം അല്ല കേട്ടോ, ചൂടുവെള്ളമാണ്. അതും കൂടാണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കുക. കോവക്ക നല്ല ഒന്ന് വെന്ത് വരികയും ഈ ശർക്കരയൊക്കെ ഒന്ന് ഇതിൽ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് അങ്ങോട്ട് ചേരുകയൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ കുറച്ച് സമയം അവിടെ തിളച്ചൊന്ന് വെന്ത് വരട്ടെ, അവിടെ വെക്കാം. അപ്പോൾ അതൊക്കെ തിളച്ച് നല്ലൊന്ന് വെന്ത് കോവക്കയുടെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആയിട്ടുണ്ട്. ശർക്കര ഒക്കെ അരിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഞാൻ കുറച്ച് പുളിയാണ് കേട്ടോ. വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുളിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് പുളി ഒഴിച്ച് കൊടുത്താൽ പുളി കൂടിപ്പോവും. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും മുളകും പുളിയൊക്കെ ഇതിലേക്ക് ഒഴിച്ചല്ല, അപ്പോൾ അതൊന്നും കൂടി തിളച്ചൊന്ന് വേവുമ്പോൾ ഇതിലേക്ക് പിടിക്കും. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് വെന്തോട്ടെ, ഒന്നുകൂടി വേവട്ടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റും ചെയ്യും, മസാലകളൊക്കെ ഈ കോവക്കയിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ നല്ലൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ മസാലയൊക്കെ കോവക്കയിലേക്ക് നല്ലൊന്ന് പിടിച്ച് ഗ്രേവിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ് ഗ്രേവിയോട് കൂടി കഴിക്കാനും. പിന്നെ കോവക്ക റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ കോവക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവയും കൂടെ ചേർത്താനുണ്ട്. പിന്നെ കായപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മളെ കോവക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്.
കുറഞ്ഞ എരിവ്, പുളി, മധുരം ഒക്കെ ഈ ജീരകത്തിൻ്റെയും കായപ്പൊടിയൊക്കെ ടേസ്റ്റ് കൊള്ളും കൂടൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള കോവക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.